ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങൾ ഇന്നലെ കാട്ടിൽ അമ്പലത്തിൽ പോയിരുന്നു. ഏകദേശം ഒരു 3 വർഷങ്ങൾക്ക് ശേഷമാണ് അവിടെ പോയി ദർശനം നടന്നത്. ഞാനിപ്പോ ഇത് വീഡിയോ ചെയ്യാൻ കാരണം ഒരു 15 വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് കാട്ടിലുമായി ബന്ധപ്പെട്ട ഒരു അനുഭവം ഉണ്ടായി. ആ കഥ ഒന്ന് പറയാനാണ്. ഞാനത് സൗദി അറേബ്യയിൽ എന്റെ അളിയന്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഒരു പെരുന്നാൾ അവധിയാണ്. അപ്പോൾ അളിയൻ പറഞ്ഞു ഞങ്ങൾ ബീച്ചിലൊക്കെ ഒന്ന് വരാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഷോപ്പെല്ലാം പൂട്ടി എങ്ങും മറന്നു പോകാതിരിക്കാൻ വേണ്ടി വണ്ടിയുടെ ചാവിയുടെ കൂടെ ഷോപ്പിന്റെ ചാവി എല്ലാം ചേർത്താണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഞങ്ങള് 400 കിലോമീറ്റർ ദൂരം പോകണം ഈ ബീച്ചിലേക്ക് പോകണമെങ്കിൽ. ഞങ്ങൾ ആദ്യമായിട്ട് പോവുകയാണ്. വഴി ചോദിച്ചു വഴിയിലാരുമില്ല. പിന്നെ ഞങ്ങൾ ഒരു ഉദ്ദേശത്തിന് ഞങ്ങൾ ബീച്ചിൽ എത്തിച്ചേർന്നു. അവിടെ വണ്ടി പാർക്ക് ചെയ്തു. ഞങ്ങളുടെ എല്ലാം ഡ്രസ്സും എല്ലാം ക്ലീൻ ചെയ്ത് ബർമോഡൊക്കെ ഇട്ടുകൊണ്ട് വണ്ടിക്കകത്ത് വെച്ച് ലോക്ക് ചെയ്ത് ഈ വണ്ടിയുടെ ചാവി എടുത്ത് എന്റെ ബർമോഡയുടെ പോക്കറ്റിൽ സുരക്ഷിതമായി വെച്ചിരുന്നു. അപ്പൊ ബീച്ചിൽ ഇറങ്ങി. ഇവിടുത്തെ മാതിരി കടലല്ല, വളരെ ശാന്തമായ കടലാണ്. ഈ അറ്റം വരെ നമുക്ക് കടലിലേക്ക് ഇറങ്ങിച്ചെല്ലാം. കാല് പുഴിമണ്ണ് പോലെ കടലിന്റെ അടിത്തട്ട് ഉണ്ടെന്നേ ഉള്ളൂ. അല്ലാതെ വളരെ സുഖമായിരുന്നു. വളരെ ആഘോഷമായി ഞങ്ങളെ നീന്തുകയും പിടിക്കുകയും. കുറച്ച് കഴിഞ്ഞപ്പം ഓരോരുത്തർ വന്ന് ഒരാളുടെ കയ്യിൽ ഒരാളുടെ കാലിൽ പിടിച്ചിങ്ങനെ ആട്ടി കടലേക്ക് എറിയാൻ തുടങ്ങി. ആ കൂട്ടത്തിൽ എന്നെയും ഇറങ്ങി. അപ്പൊ ഇടയ്ക്ക് ചാവിയുണ്ട്, കുഴപ്പമില്ല, ചാവിയുണ്ട്, നോക്കുന്നുണ്ട്, ചാവിയുണ്ട്. പിന്നെ നോക്കുമ്പോൾ ചാവിയില്ല. വണ്ടിയുടെ ചാവിയും ഷോപ്പിന്റെ മൊത്തം ചാവിയില്ല. ആകെ അതിനുള്ള സന്തോഷമില്ലാതെ എല്ലാവരും പരിഭ്രാന്തരായി. ഈ അളിയന്റെ കാര്യം പറയുകയാണെങ്കിൽ അളിയൻ ഈ സുരാജ് പിഞ്ഞാറമ്പുറ ഒരു പടത്തിൽ പറയുന്ന പോലെ ഇടഞ്ഞാ കൊല കൊമ്പനാണ്, ഇടഞ്ഞില്ലെങ്കിൽ കൊലയില്ലാത്ത കൊമ്പൻ, അങ്ങനെ ഒരു ബഹുതമാണ്. അപ്പോൾ ഞങ്ങൾ ചാവി കിട്ട് കരയിൽ പോയാൽ പോലും ചാവി കിട്ടുകയല്ല. അപ്പൊ ഈ കടലിൽ പോയാൽ ചാവിയുള്ള സ്ഥിതി ആലോചിച്ചു. എല്ലാരും പരിഭ്രാന്തരായി എല്ലാം നോക്കി. ഒരു രക്ഷയില്ല, കിട്ടാൻ സാധ്യതയില്ല. അപ്പൊ എന്റെ മനസ്സിൽ പെട്ടെന്ന് എന്റെ കാട്ടിലമ്മേ എന്റെ ആ ചാവി എന്റെ കണ്ണിലൊന്ന് കാണിച്ചു തരണേന്ന് പറഞ്ഞു. അപ്പൊ നാനാഭാഗത്ത് തെരഞ്ഞുകൊണ്ടിരിക്കുക. ഈ കാലിന്റെ ഒരു പകുതി വരെ പോലും മണ്ണില്ലാതെ പൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുക നടക്കുന്നവരെല്ലാം. അപ്പൊ ഞാൻ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ നോക്കി. പെട്ടെന്ന് കണ്ണിലേക്ക് ഒരു തിളക്കം അടിച്ച് ഈ ചാവിയുടെ ഒരു അത്ഭുതമല്ലേ. കടലിന്റെ അടിയിൽ നിന്ന് വെള്ളത്തിന്റെ അടിയിൽ നിന്ന് കണ്ണിലേക്ക് ഒരു തിളക്കം ഇങ്ങനെ അടിക്കുകയാണ് ചെയ്തത്. ഒരു നിമിഷം ഞാൻ അപ്സെറ്റ് ആയി നിന്ന്. പെട്ടെന്ന് ഞാൻ ചാവി എടുത്തു. ഞങ്ങളെല്ലാം കരയിൽ കയറി തിരിച്ച് ഞങ്ങൾ ഷോപ്പിലേക്ക് വരികയുണ്ടായി. ശരിക്കും ഇന്നലെ കാട്ടിൽ അമ്പലത്തിൽ പോയപ്പോൾ എനിക്ക് ഈ കാര്യം എനിക്ക് ഓർമ്മ വന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്നും അത് മറക്കാൻ കഴിയില്ല. അത്രത്തോളം വെള്ളത്തിനടിയിൽ കാൽഭാഗത്തോളം പൂഴിമണ്ണിനടിയിൽ നമ്മളെ നിൽക്കുമ്പോൾ ആ കണ്ണിലേക്ക് ആ ചാവിയുടെ തിളക്കം അടിച്ചൊരു ഒരു സീനുണ്ടല്ലോ, അതൊന്നും മറക്കാൻ കഴിയില്ല. അപ്പൊ എല്ലാവർക്കും ശുഭദിനം, നല്ലത് വരട്ടെ.